നിതിൻ, വനംവകുപ്പിനെതിരെ വലിയ പ്രതിഷേധം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്ര പ്രകോപിതരായ ആളുകൾക്കിടയിലേക്ക് വനംവകുപ്പിന്റെ ഒരു ജീപ്പ് കൊണ്ടുവരിക എന്നുള്ളത് ഒരു അസാധാരണ സംഭവമായി പോയി. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്തിനാണ് ആ വനംവകുപ്പ് വാഹനം അവിടെ എത്തിയതെന്ന് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടോ? ലിബീഷ്, ഇന്നലെ വൈകിട്ട് ഈ പോളിന്റെ മരണവാർത്ത അറിഞ്ഞത് മുതൽ തന്നെ വയനാട്ടിലെ ജനങ്ങൾ ആകെ പ്രതിഷേധത്തിലാണ്. അവർ ഇന്നലെ വൈകിട്ട് തന്നെ വയനാട് കളക്ടറേറ്റിലടക്കം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലടക്കം വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു. അതിന് പിന്നാലെയാണ് വയനാട്ടിൽ ഇടതുമുന്നണിയും UDF-ഉം BJP-യും ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. രാവിലെ മുതൽ തന്നെ ജനങ്ങൾ ഒന്നടങ്കം റോഡിലിറങ്ങിയ ഒരു സാഹചര്യം, അതായത് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജനങ്ങൾ റോഡിലിറങ്ങി തങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് ഇപ്പോൾ വയനാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അവർ തന്നെ പറയുന്നത്. ആ ഇടയ്ക്കാണ് അത്തരത്തിൽ ജനങ്ങൾ റോഡിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഒരു കൂടുതൽ പ്രകോപനം ഉണ്ടാക്കുന്ന രൂപത്തിൽ വനംവകുപ്പിന്റെ വാഹനം എത്തുന്നത്. വനംവകുപ്പിന്റെ വാഹനം നാട്ടുകാർ ചാടി വീണ് തടയുകയും വലിയ ആൾക്കൂട്ടമായിരുന്നു, പോലീസിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത ആൾക്കൂട്ടമായിരുന്നു വയനാട്ടിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഈ വനംവകുപ്പിന്റെ വാഹനം എത്തുമ്പോൾ ഉണ്ടായിരുന്നത്. പൊടുന്നനെ നാട്ടുകാർ വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീഴുകയും വാഹനത്തിന്റെ ടയറിന്റെ കാറ്റടിച്ചു വിടുകയും വാഹനത്തിന്റെ റൂഫ് വലിച്ചു കയറുകയും ചെയ്തു. തുടർന്ന് കയ്യിൽ കരുതിയിരുന്ന വനംവകുപ്പ് എന്നെഴുതിയ റീത്ത് വാഹനത്തിന്റെ മുകളിൽ സ്ഥാപിച്ചു. സമരത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ അല്ലെങ്കിൽ നാട്ടുകാർ വളരെ പണിപ്പെട്ടാണ് ജനങ്ങളെ ശാന്തരാക്കിയത്. പോലീസും സ്ഥലത്തുണ്ടായിരുന്നു. പക്ഷേ പോലീസിന് നിയന്ത്രിക്കാൻ കഴിയുന്നതിൽ അപ്പുറമുള്ള ഒരു ജനരോഷമാണ് വയനാട്ടിൽ ഇപ്പോൾ അലയടിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ലിബീഷ്.